കുടുംബങ്ങളെ ഈ അവസരത്തിൽ ഈ 3 കുടുംബങ്ങളെയും ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തുന്നതോടൊപ്പം ഈ കുടുംബങ്ങൾ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന മാതൃക ഉൾക്കൊള്ളാൻ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ഒരു വൈദികന് ജന്മം നൽകി രൂപപ്പെടുത്തി വളർത്തിയെടുക്കാൻ ഒരു വൈദികന്റെ കുടുംബം രൂപപ്പെട്ടു വരികയായി. മാതാപിതാക്കളും സഹോദരങ്ങളുമായി നിങ്ങൾക്കെന്നും ഈ പാരമ്പര്യം, ധന്യമായ പാരമ്പര്യം പുലർത്താനും ബലിവേദിയിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ മാതൃകയിലൂടെയും സ്നേഹത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ബലപ്പെടുത്താനും ഇടയാകട്ടെ എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ആദരണീയരായ നമ്മുടെ ഷമ്മാശന്മാര് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവരെ വൈദികരായി അഭിഷിക്തരാവുകയാണ്. ആദരണീയരായ സെബാസ്റ്റ്യനും മാത്യുവും എബ്രഹാം അവരെ സ്നേഹപൂർവ്വം വളർത്തിക്കൊണ്ടുവന്ന ഗുരുഭൂതന്മാരെയും പരിശീലിപ്പിച്ചവരെയുമെല്ലാം കൃതജ്ഞതയോടെ ഈ അവസരത്തിൽ നമുക്ക് അനുസ്മരിക്കാം. നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്നുമാണ്. നമുക്ക് മനപ്പാഠം അറിയാവുന്ന ഭാഗമാണ്. അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഇതുതന്നെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും നാം വായിക്കുന്നുണ്ട്. ഈ സമാന്തര സുവിശേഷങ്ങൾ 3 വളരെയേറെ പ്രാധാന്യം നൽകി ഭാഗം അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണത് കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അവിടെ മല കയറുന്നതെല്ലാം വായിക്കുന്നുണ്ട്. പക്ഷെ തൊട്ടു മുമ്പ് വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ, വേലക്കാരെ പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരോട്, സമൂഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയുടെ ഫലമായി സ്വർഗം കനിഞ്ഞു തരുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഓർമ്മിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും മലയിലേക്ക് കയറി യേശു, മലയിലേക്ക് കയറി. പിന്നീട് മലയിൽ നിന്ന് ഇറങ്ങി വന്നല്ല അവരെ ക്ഷണിക്കുന്നത്, മലയിലേക്ക് അവരെ വിളിച്ചു കയറ്റുകയാണ്. അതാണ്, മലയിലേക്ക് അവരെ വിളിച്ചു കയറ്റുകയാണ്. അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ മല കയറാൻ വേണ്ടിയുള്ള ഒരു യോഗമാണ്. എന്നും മലയിലായിരിക്കാൻ വേണ്ടിയല്ല, താഴ്വാരങ്ങളിലേക്ക്, ഈ തെരുവോരങ്ങളിലേക്ക്, ഗ്രാമാന്തരങ്ങളിലേക്ക് കടന്നു വരാൻ ഈ മലകയറ്റം ആവശ്യമാണ്. ഈ താഴ്വാരങ്ങളിലെ ബഹളങ്ങളിൽ നിന്നും, ഒച്ചപ്പാടുകളിൽ നിന്നും, മ്ലേച്ഛതകളിൽ നിന്നും ഒക്കെ അകന്ന് ഈ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. അതിനൊരു കാര്യം മാത്രമാണ്, തനിക്കിഷ്ടമുള്ളവരെ അവിടുന്ന് തരുന്നത്. നമുക്ക് മറ്റെന്ത് യോഗ്യത പറയാനുണ്ട്? ഒരു യോഗ്യതയും പറയാനില്ല. തനിക്ക് നമ്മോട് ഇഷ്ടം തോന്നി എന്ന് മാത്രം. എന്നാൽ എന്തിനു വേണ്ടി അയക്കപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ച് നിഷ്ഠയുണ്ട്, വ്യവസ്ഥകളുണ്ട്. ഇഷ്ടത്തിന്റെ യാതൊരു വ്യാഖ്യാനവും അവിടെ നൽകുന്നില്ല. പക്ഷേ ഈ മലകയറ്റമാണ് ഏറ്റവും അധികം പ്രധാനം എന്നുള്ളത് ഓർമ്മിക്കണം. അപ്പോൾ ഇത് ഒരു വിശുദ്ധമായ മലകയറ്റമാണ് എന്നാണ്. പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു മൗണ്ടൻ എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതാണ്. ഈ മലയിൽ കയറി അവിടുന്ന് രൂപാന്തരപ്പെടുന്നത് നാം വായിക്കുന്നുണ്ട്. ഈ മലയിൽ അവിടുന്ന് തന്നെ ബലിയർപ്പിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മല യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ നാം കാണുന്നത് അത് തന്നെയാണ്. മോശ മല കയറി, ആ മലകയറ്റത്തിന് ശേഷം മലയിൽ വസിക്കാൻ വേണ്ടിയല്ല, യഹോവയുടെ ആ മുഖശോഭ ഉൾക്കൊണ്ടുകൊണ്ട് ഇറങ്ങി വരുന്ന മോശയെ നാം കാണുന്നുണ്ട്. മോശയുടെ മുഖത്ത് നോക്കാൻ പോലും ആർക്ക് സാധിക്കാതെ വണ്ണം ആ ഒരു തേജസ്സാണ്, സ്വർഗത്തിന്റെ തേജസ് ഉൾക്കൊണ്ട ഒരു സാന്നിധ്യമായി മോശ ദൈവജനത്തെ നയിക്കാൻ ഇറങ്ങി വരും. ആ ഒരു ശക്തിയാണ്. ബൗദ്ധികമായ ഔന്നത്യമല്ല, പഠിച്ചു വെച്ചിരിക്കുന്ന പാഠങ്ങളല്ല, മറിച്ച്
സ്വർഗത്തിന്റെ കാഴ്ച കണ്ടിട്ട് മടങ്ങി വരുന്ന, സ്വർഗീയമായ ശക്തി കണ്ടിട്ട് ഇറങ്ങി വരുന്ന, സ്വർഗീയമായ കൽപ്പനകൾ ഹൃദയത്തിൽ എഴുതിച്ചേർത്തുകൊണ്ട് ഇറങ്ങി വരുന്ന ആ ഒരു അനുഭവമാണ്. ആരെ പഠിപ്പിക്കാനും പാഠങ്ങൾ പഠിച്ചേ മതിയാവും. ആ പാഠങ്ങൾ തന്നോടൊപ്പം നിന്ന് പഠിക്കണമെന്നാണ് അവർ പറയുന്നത്. ഓടി നടന്ന് നാം അധ്വാനിക്കുക എന്നുള്ളതല്ല. നാം അധ്വാനിക്കേണ്ടത് അധ്വാനിക്കേണ്ടതുപോലെ അധ്വാനിക്കാൻ അതിനു മുമ്പേ ഒരു അന്വേഷണവും കാത്തിരിപ്പും അതിനുവേണ്ടിയുള്ള അഭിഷേകവും അതേപറ്റിയുള്ള കൃത്യമായ വഴിപാടുകളും ആവശ്യമാണ്. എങ്കിൽ ഈ ഒരു മലകയറ്റം അനിവാര്യമാണ്. ഈ മലകയറ്റം ആവശ്യമാണ്. നാം ഈ ലോകത്തിന്റെ കാഴ്ചകൾ മാത്രം കണ്ടുകൊണ്ട് ഈ ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം വചനത്തെ വ്യാഖ്യാനിക്കാനോ ജീവിതത്തെ വ്യാഖ്യാനിക്കാനോ നയിക്കാനോ ശ്രമിച്ചാൽ അത് അപകടകരമാകും എന്ന് എമ്മാവൂസ് അനുഭവം എന്ന് പറയുന്നതാണല്ലോ വാസ്തവത്തിൽ. അവർ യെരൂശലേമിൽ നിന്നും 2 പേര് മടങ്ങിപ്പോകുന്നത് നാം കാണുന്നുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവർ സംസാരിക്കുന്നത് വചനത്തെ പറ്റിയല്ല, അവർ സംസാരിക്കുന്നത് ഈ ലോകത്തിന്റെ കാര്യങ്ങളെ പറ്റിയാണ്. യേശു അവർ നസ്രാനായ യേശു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവല്ല, ചരിത്ര പുരുഷനായ യേശുവാണ്. യേശു ചരിത്രത്തിൽ ജീവിച്ചു എന്നുള്ളത് കൊണ്ട് എന്ത് കാര്യം? ചരിത്ര പുരുഷനായ യേശുവിനെ പറ്റി ഗവേഷണം നടത്തി എന്ത് പ്രയോജനം? എന്നാൽ ഉദ്ധിതനായ യേശുവിന്റെ ഒരനുഭവം ഉൾക്കൊള്ളാൻ, ആ ഒരു സ്പർശനമേൽക്കാൻ, അവിടുത്തെ തുറക്കപ്പെട്ട വിലാപ്പുറം കാണാൻ, അവിടുത്തെ ആ ഒരു പേര് ചൊല്ലിയുള്ള വിളി ഒരു അഭിഷേകമായി സ്വീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്, ആ തിരുമുഖത്തെ കുറ്റിനോക്കി കണ്ണുകൾ വിടർന്നവനായി തോമസ് വന്നതുപോലെ ഇവിടെ സുവിശേഷം ഉൾക്കൊള്ളാനും നമുക്ക് പ്രഘോഷിക്കാനും സാധിക്കുന്നത് ഈ ലോകത്തിന്റെ ചരിത്രമോ ഈ ലോകത്തിന്റെ മാർഗങ്ങളോ പഠിച്ചത് കൊണ്ടാവുന്നില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇതിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഒരു പ്രവാചകനാണോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. പ്രവാചകൻ തീർച്ചയായും യേശു പ്രവാചകനാണ്. പക്ഷേ യേശുവിനുള്ള പ്രവാചകത്വം മാത്രം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്ക് പുരോഹിതരായി ജീവിക്കുക സാധ്യമല്ല, ക്രിസ്തുവിന്റെ ശിഷ്യനായി ജീവിക്കുക സാധ്യമല്ല. അവിടെ രക്ഷകനെ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ്, കർത്താവിനെ കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം പറയും, ഞങ്ങളുടെ പ്രധാനാചാര്യന്മാരും നേതാക്കന്മാരും അവനെ പിടിച്ച് ബന്ധിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ ഒരു ബലിയർപ്പണമുണ്ടോ? അങ്ങനെ ഒരു യാഗമുണ്ടോ? യേശു ഓടിപ്പോവുകയും പിന്നാലെ ഇവർ ഓടിച്ചിട്ട് പിടിച്ച് ബലിയർപ്പിക്കാൻ കൊടുക്കുകയും ചെയ്താൽ, കൊല്ലാൻ കൊടുക്കുകയും ചെയ്താൽ ബലിയുണ്ടോ? അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ, അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ, അപ്പോഴാണ് അവിടെ ബലിയർപ്പണം ഉണ്ടാകുക എന്ന് ലോകത്തിന്റെ ഭാഷയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഷ ഈ ലോകത്തിന്റെ വിഷയങ്ങൾ, ഈ ലോകത്തിന്റെ പരിഹാര മാർഗങ്ങളിലൂടെ കണ്ടെത്തുക എന്നുള്ളതല്ല. ഈ ലോകത്തിന്റെ വിഷയങ്ങളെ സ്വർഗത്തിന്റെ പശ്ചാത്തലത്തിൽ, സ്വർഗത്തിന്റെ കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ, സ്വർഗത്തിന്റെ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കാനാണ് ഈ മലയിലേക്ക് വിളിച്ചു കയറ്റുന്നത് എന്നുള്ളത് ഓർമ്മിക്കണം. അവരെ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് കടന്നുപോയി. അവർ മ്ലാനമതനായിരുന്നു. അവരെ ഈ ഹൃദയത്തിലുള്ളതാണ് മുഖത്ത് പ്രകടമായിരുന്നത് എന്ന് യേശു പിന്നാലെ നടന്നു വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശയുടെ ഗ്രന്ഥത്തിൽ നിന്നും പ്രവചന ഗ്രന്ഥത്തിൽ നിന്നും രക്ഷകനായ യേശുവിനെ പറ്റി, സഹിക്കുന്ന ദാസനായ യേശുവിനെ പറ്റി വ്യാഖ്യാനിച്ചു കൊടുത്തു. വചനത്തിലൂടെയുള്ള തീർത്ഥാടനം അവരുടെ ഹൃദയത്തെ അവർ തെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അവരുടെ കണ്ണുകൾക്ക് പുതിയ വെളിച്ചം നൽകി. അപ്പോൾ അവർ സുവിശേഷം പങ്കുവയ്ക്കാൻ യോഗ്യരാണ്. അതിനു മുമ്പേ ഈ വചനം അവരെ നയിക്കുന്നത് ഒരപ്പം മുറിക്കലിലേക്കാണ്, ഒരു വലിയ അർപ്പണത്തിലേക്കാണ്, ഒരു പങ്കുവെക്കലിലേക്കാണ്. യേശുവും അവരോടൊപ്പം കടന്നു വരാൻ ശ്രമിച്ചു. വചനത്തിലൂടെ യാത്ര ചെയ്യുന്നവൻ കൂട്ടാളിയായ യേശുവിനെ കൂട്ടും. എന്റെ ഭക്ഷണമേശകളിൽ, എന്റെ ബലിവേദികളിൽ, എന്റെ പ്രഘോഷണ വേദികളിലെല്ലാം. അപ്പോൾ മുറിച്ചപ്പോൾ അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ ഇനിയും എന്താണ്? ഇനിയും യേശുവിനെ തേടേണ്ടത് ആ ചരിത്രത്തിലൂടെ നടന്ന് 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആ ഒരു യേശുവിനെ കണ്ടെത്തി അവിടെ ആശ്വാസം കണ്ടെത്തുക എന്നതിനപ്പുറത്ത് ഈ മുറിക്കപ്പെടുന്ന അപ്പത്തിൽ ജീവിക്കുന്ന ആ യേശുവിനെ
സ്വീകരിക്കാനും യേശുവിനെ പ്രഘോഷിക്കാനും യേശു അനുഭവത്തിൽ വളരാനും ആ ഒരു അനുഭവം സമൂഹത്തിന് പങ്കുവെച്ചു കൊടുക്കാനുമാണ് നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം. അപ്പോൾ യേശു അപ്രത്യക്ഷനായി. പൂർണ്ണമായത് വരുമ്പോൾ അപൂർണമായത് അപ്രത്യക്ഷമാകും. സ്ഥലത്തിന്റെയും സമയത്തിന്റെയും കാലത്തിന്റെയും പരിമിതിയിൽ ജീവിച്ചിരുന്ന ആ ഒരു ചരിത്ര പുരുഷനായ യേശു എപ്പോഴാണ് കുർബാനയിൽ പ്രത്യക്ഷപ്പെടുന്ന മഹത്വപൂർണനായ യേശുവിനെ തിരിച്ചറിയുന്ന ആ മുഹൂർത്തത്തിൽ അവിടുന്ന് അപ്രത്യക്ഷനായി തീർന്നു എന്ന്. ഇനിയും നമ്മൾ ഓരോരുത്തരും കരങ്ങളിലെടുത്ത് മുറിക്കുന്ന ആ രക്ഷകനിൽ കർത്താവിനെ കണ്ടെത്താൻ, ആ രക്ഷകനെ അനുഭവിക്കാൻ, ആ രക്ഷകനെ പങ്കുവയ്ക്കാൻ, ആ ഒരു ആത്മീയത ഈ കാലഘട്ടത്തിന്റെ ആത്മീയതയായി തീർക്കാൻ, ആ അപ്പം മുറിക്കുന്ന ശൈലി ഈ നമ്മുടെ ജീവിതത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും ജീവിത ശൈലിയാക്കി തീർക്കാനുള്ള ആ ഒരു നിയോഗമാണ് ഈ അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കാം. അവിടെ നിന്നും അവർ ഓടിയത് മന്ദഹൃദയരായ ഒരു മടങ്ങുകയായിരുന്നെങ്കിൽ വീണ്ടും യെരൂശലേമിന്റെ കൂട്ടായ്മയിലേക്കും യേശു അനുഭവത്തിന്റെ പച്ചയായ അവരനുഭവങ്ങളിലേക്കും അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിലേക്കും അവർ അതിശീഘ്രം മടങ്ങിയെത്തി വഴിയിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയത്, അപ്പം മുറിക്കുമ്പോൾ യേശുവിനെ കണ്ടുമുട്ടിയ അനുഭവം പങ്കുവെച്ചുകൊണ്ട് അവരുടെ സുവിശേഷ ജീവിതം ആരംഭിക്കുകയും ചെയ്യും. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അതാണ്. ഈ ഒരു മല കയറ്റം വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. ഈ മലയിൽ നിന്നുമാണ് നമുക്ക് വെളിപാടുകൾ സ്വീകരിക്കുന്നത്. താഴ്വാരങ്ങളുടെ വേദനകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും കുരിശനുഭവങ്ങളിൽ നിന്നും ശക്തി കണ്ടെത്തി യേശു കയറി വന്നത് താബോറിലേക്കാണ്. ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിനുശേഷം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് ആ ഉയർന്ന മലയിലേക്ക് വന്നു. അതിനു മുമ്പുള്ള 8 ദിവസങ്ങൾ മുമ്പ് എന്താണ് സംഭവിച്ചത്? തന്റെ പീഡാനുഭവത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും യേശു പ്രവചിച്ചപ്പോൾ ശിഷ്യന്മാരവനെ തള്ളിപ്പറഞ്ഞ് ഓടിപ്പോയതാണ്. കുരിശിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. മനുഷ്യനുള്ള ആശ്രയം കൊണ്ട് പുരോഹിതനായി ജീവിക്കുന്നത് സാധ്യമല്ല. അവന്റെ ബലിജീവിതം നയിക്കാൻ അവന് സാധ്യമല്ല. അതുകൊണ്ട് കൂട്ടുകാരുടെയോ മനുഷ്യരുടെ ഈ വെറും ശിഷ്യന്മാരുടേതായിക്കൊള്ളട്ടെ, ഈ 3.5 വർഷം ഒപ്പം ജീവിച്ചവരാണ്. അവരുടെ ഉപദേശങ്ങൾ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് സ്വർഗത്തിന്റെ ഉപദേശത്തിനും സ്വർഗത്തിന്റെ സ്വരത്തിനും സ്വർഗത്തിന്റെ അഭിഷേകത്തിനും വേണ്ടി മല കയറിയ യേശു ഉൾക്കൊണ്ടത് അതാണ്. അവിടെ മോശയിൽ ഏലിയായി ഇറങ്ങി വന്നു. കുരിശനുഭവങ്ങളെ പറ്റിയുള്ള വ്യാഖ്യാനം മോശയുടെ ഗ്രന്ഥത്തിനും ഏലിയായുടെ പ്രവചനങ്ങളിലും എഴുതപ്പെട്ടത് വ്യാഖ്യാനിച്ചു കൊടുത്തു. തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിനുള്ള അഭിഷേകം സ്വീകരിച്ചു. സ്വർഗത്തിന്റെ ആ ഒരു ശബ്ദമുണ്ടായി, ഇവരെന്റെ പ്രിയപുത്രനാകുന്നു എന്ന്. ഈ മലകയറ്റത്തിലെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ വെളിപാടുകളും ഈ അഭിഷേകവുമാണ് എന്നോ. സ്വർഗത്തിന്റെ അഭിഷേകമാണ്. പിന്നീട് യേശു ഇറങ്ങി വരുന്നത് ജെറുസലേമിലേക്ക്, യേശു പോകുന്നത് ബലിയർപ്പിക്കാൻ വേണ്ടി ജെറുസലേമിലേക്ക് പോകാനാണ്. പിന്നീട് ഒരു ചാഞ്ചാട്ടമില്ല. ദിശ വ്യക്തമായി കഴിഞ്ഞു, ആ ബലി വ്യക്തമായി കഴിഞ്ഞു, അതിനാവശ്യമാകുന്ന ശക്തിയും ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ മലകയറ്റമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുന്നത്. അവിടെ വചനത്തിന്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ മല, ഹോറേബ് മലയിൽ നാം കണ്ടെത്തുന്ന ഏലിയ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ, മരുഭൂമിയിലൂടെ ഓടി 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 തളർന്നു വീണ് അവസാനം അവിടെ കൂടെയുണ്ടായിരുന്ന ശിഷ്യനും വിട്ടുപോയതിനു ശേഷം ഒറ്റയ്ക്ക് ഇങ്ങനെ മരുഭൂമിയിലൂടെ അവിടെ ഓടുകയും തളർന്നു വീഴുകയും ചെയ്യുന്ന ആ ഒരു നിമിഷത്തിൽ അവിടെ ഒരു മരത്തണലിൽ അവിടെ വിശ്വസിക്കുന്ന യേശു. എന്താണ് ഈ മരം? മരുഭൂമിയിൽ മരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. വധപ്രതീകാത്മകമാണ്. യേശു എന്ന മരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ചുടപ്പെട്ട അപ്പവും അവിടെ ശുദ്ധമായ ജലവും ഈ കുർബാനയുടെ പ്രതീകമല്ലാതെ വേറൊന്നുമല്ല. ഇത് ഭക്ഷിച്ചു, അല്പം ഭക്ഷിച്ചു, വീണ്ടും തളർന്നുറങ്ങി. നീ ഇത് മുഴുവനും ഭക്ഷിക്കണം, കാരണം നിനക്കിനി വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഈ ഒരു പോഷണമാണ് ഈ മരുഭൂമിയിലൂടെ നമ്മൾ നയിക്കുന്നത്. അവസാനം ഹോറേബിൽ നാം കണ്ടെത്തുന്നത്, നീ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്റെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുന്നതാണ്. എലിയ പറയുന്നതാണ്, കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുന്നതാണ്. ഏത് നിമിഷവും നമ്മോട് ചോദിക്കുമ്പോൾ ഈ തീക്ഷ്ണത മന്ദീഭവിച്ചു പോകാതെ
ജ്വലിച്ചു നിൽക്കാൻ ആവശ്യമാകുന്ന ആ ഒരു ശക്തിയാണ്. അത് ഈ വചനത്തിലൂടെയും സ്വർഗീയമായ അഭിഷേകത്തിലൂടെയും പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെയും നമ്മുടെ ബലിജീവിതത്തിലൂടെയും സംഭവിക്കേണ്ടത് അതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് അതാണ്. അതുപോലെ തന്നെ സുവിശേഷങ്ങളുടെ മല നാം കാണുന്നുണ്ട്. സുവിശേഷം സ്വീകരിക്കുകയും സുവിശേഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ആ മല നാം കാണുന്നുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നാം അവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം അവസാനം നാം കണ്ടെത്തുന്ന ആ മല ഗോകുൽത്തായിലെ ബലി. ആ ബലിയിൽ ആണ് നാം ഓരോരുത്തരും ഭാഗമാക്കാവുന്നത്. ആ ബലി, അതിനു മുമ്പുണ്ടായിരുന്ന ബലികളെല്ലാം ഒരു നിഴലുകൾ മാത്രമായിരുന്നു. അപൂർണമായതിനെ പൂർണ്ണമാക്കാനാണ് യേശു കടന്നു വന്നത്. വിശ്വാസത്തെയും ആരാധനയും എല്ലാം പൂർണ്ണമാക്കാൻ, തിരുവെഴുത്തിനെയും പൂർണ്ണമാക്കാനാണ് യേശു കടന്നു വന്നത്. എന്നാൽ ഇതാ പൂർണ്ണമായ ഒരു ബലി നമുക്ക് പകരമായി, പഴയ നിയമത്തിൽ കണ്ടെത്തുന്ന മനുഷ്യന് പകരമായി ബലിയർപ്പിച്ചിരുന്ന മൃഗങ്ങളെ മാറ്റി തന്നെ കുഞ്ഞാടാക്കി മാറ്റുന്ന ആ ഒരു ബലി. ആരാണ് പുരോഹിതൻ? ക്രിസ്തു എന്ന പുരോഹിതൻ. എന്താണ് ബലിവസ്തു? തന്റെ ജീവിതം തന്നെയാണ് ബലിവസ്തു. ഈ ഒരു പൗരോഹിത്യത്തിൽ